think we can start now. Thank you all. Welcome to the session. Good evening, good morning, and good afternoon. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം പബ്ലിക് ഹെൽത്ത് എന്ന തൊഴിൽ മേഖലയെ കുറിച്ചും അതിലുള്ള പഠനത്തെ അതുപോലെ തന്നെ ആ മേഖലയിലെ കരിയർ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ജിന ഡിക്രൂസ് ആണ്. ജിന US നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ജിന, വെൽക്കം ടു ദി സെഷൻ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് us. Dr. Jina Dcruz, US ഗവൺമെന്റിന്റെ ഏജൻസി ആയിട്ടുള്ള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിലെ ലീഡ് ഹെൽത്ത് സയന്റിസ്റ്റ് ആണ്. സോഷ്യൽ വർക്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും മാസ്റ്റേഴ്സും അതിനുശേഷം CDCയുടെ പബ്ലിക് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് ഫെലോഷിപ്പ് പ്രോഗ്രാമിലൂടെ ബിഹേവിയർ സയൻസിൽ PhDയും നേടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ പബ്ലിക് ഹെൽത്ത് മേഖലയിൽ റിസർച്ച് പ്രോഗ്രാമിലൂടെയും അല്ലാതെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും വളരെ ആക്റ്റീവ് ആയിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ ജീന അവരുടെ കരിയർ ട്രാജക്ടറി എങ്ങനെയായിരുന്നു ആ മേഖലയിലേക്ക് എത്തിയത്, അതിലുള്ള സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും എന്തൊക്കെ എന്തൊക്കെ അവസരങ്ങളാണ് ഉള്ളതെന്നതിനെ കുറിച്ചും നമ്മളോടുകൂടി സംസാരിക്കും. ഇതിനുശേഷം ഒരു Q&A സെഷനും ഉണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് us. Dr. Jina, over to you. Thank you, Neerja. Good morning, good afternoon, and good evening to everyone who joined. ആദ്യം തന്നെ ഞാനൊരു നന്ദി പറയാണ് ഈ ഒരു സെഷൻ ഓർഗനൈസ് ചെയ്തതിന് മെന്റോഴ്സ് ഫോർ യുവിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നീരജ, മുരളിച്ചേട്ടൻ, അരുൺ, ശ്രുതി. ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് പേഴ്സണലി ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ അങ്ങനെ പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് പൊതുവെ അങ്ങനെ സംസാരിക്കാറില്ല. ഒരുപക്ഷെ കോവിഡ് കാലത്ത് അത് വളരെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ടായിരിക്കാം നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 10-15 വർഷങ്ങൾക്ക് അപ്പുറം ഞാൻ ഇങ്ങനെ ഒരു കരിയർ പാത്ത് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗൈഡൻസ് നൽകാനൊന്നും ആ സമയത്ത് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമോ ഒരു ഗ്രൂപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് അങ്ങനെ ഒരു സംരംഭം പല മേഖലകളിലും, പല ഡിസിപ്ലിനറി ഏരിയസിൽ നിങ്ങൾ ആളുകളെ കൊണ്ടുവരുന്നു, സബ്ജക്ട് മാറ്റേഴ്സ് എക്സ്പേർട്സിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. അതിൽ ഒരാളാകാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പബ്ലിക് ഹെൽത്ത് ജേർണി ആണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് പക്ഷെ ഒരു ട്രഡീഷണൽ ജേർണി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫ്ലേവർ അല്ല, ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. അപ്പം ഐ വിൽ ഗിവ് യു മൈ എക്സ്പീരിയൻസ് ആൻഡ് പെർസ്പെക്റ്റീവ്. അതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് അറിയാവുന്നതാണെങ്കിൽ ആൻസർ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം എന്നുള്ളതാണ്. അത് വെച്ച് തുടങ്ങുന്നത്. എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഡിസ്ക്ലെയിമർ, ഞാനൊരു CDCയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാ പ്രസന്റേഷനിലും പറയാൻ ഭാഗം ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാത്രം ചെയ്യുന്നു. പറയാൻ പോകുന്നത് ഒന്നും തന്നെ ഫൈൻഡിങ്സോ കൺക്ലൂഷൻസോ ഒന്നും തന്നെ CDCയുടെ ഒരു ഒഫീഷ്യൽ പൊസിഷനോ ഒന്നുമല്ല, എൻ്റെ ഇൻഡിപെൻഡന്റ് പേഴ്സണൽ ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു പൊതുവെ ഒരു ഔട്ട്ലൈൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മൾ ആദ്യമേ എൻ്റെ ഒരു ജേർണി ഒന്ന് ക്വിക്ക്ലി ഒന്ന് ഓവർവ്യൂ, എഡ്യൂക്കേഷൻ ആണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഒരു കരിയർ പാത്തിലോട്ട് കൺവേർജ് ആയി വന്നത് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കാനും, രണ്ടാമത് എന്താണ് പബ്ലിക് ഹെൽത്ത് എന്നുള്ളതിനെ കുറിച്ച് പല ധാരണകൾ ഉണ്ട്. അതൊന്നും ഒരു കോമൺ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ പല മേഖലകളുണ്ട് പബ്ലിക് ഹെൽത്തിൽ തന്നെ. അതിനെക്കുറിച്ചൊന്ന് ക്വിക്ക്ലി നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നും ഓർത്തില്ലെങ്കിലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ സെഷന് ശേഷം ഓർക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഒരു 3 key takeaways ഉണ്ട്. അപ്പൊ അതിനെ നമുക്കൊന്ന് ഡ്രിൽ ഡൗൺ ചെയ്യാം. പിന്നെ പബ്ലിക് ഹെൽത്തിൽ ഉള്ള പഠന സാധ്യതകളെയും ജോലി സാധ്യതകളെയും കുറിച്ച് ചെറുതായിട്ടൊരു ഡിസ്കഷൻ പോലെ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു ടിപ്സ് ആൻഡ് റിസോഴ്സസ്, എന്തൊക്കെയാണ് ഇതിലേക്ക് വരുന്ന ആൾക്കാർ ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒരു ക്വിക്ക് സ്റ്റാർട്ടായിട്ട് ഒരു ടൂൾ ബോക്സിൽ ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങൾ. And then we can go into the Q&A and discussion. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ 3 key takeaways തന്നെ ഞാൻ പോവുകയാണ്. അപ്പം
വേറെ ഒന്നും ഓർത്തില്ലെങ്കിലും ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്നത്. ആദ്യത്തെ കാര്യം, പബ്ലിക് ഹെൽത്ത് ഇസ് എ ടീം സ്പോർട്ട്. വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ഏരിയ ആണ്. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതെന്നോ, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഏതെന്നോ, വർക്ക് എക്സ്പീരിയൻസ് ഏതെന്നോ വളരെയധികം സിഗ്നിഫിക്കൻസ് ഒന്നും അതിൽ പ്ലേസ് ചെയ്യാനില്ലാത്ത, നമുക്ക് ആർക്ക് വേണമെങ്കിലും പബ്ലിക് ഹെൽത്ത് എന്ന മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്ന് ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ സബ്ജക്ട് മാറ്റർ ഏരിയയിലും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഡിഗ്രി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഡിഗ്രി ടെർമിനൽ ഡിഗ്രി, ഒരു PhD പോസ്റ്റ്ഡോക്കോ അച്ചീവ് ചെയ്തത് കൊണ്ടോ മാത്രം നിന്നു പോകുന്ന ഒരു ലേണിംഗ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രക്രിയ അല്ല പബ്ലിക് ഹെൽത്തിനുള്ളത്. അത് മിക്കവാറും എല്ലാ സ്ട്രീംസിനും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. എങ്കിലും പബ്ലിക് ഹെൽത്തിന് എസ്പെഷ്യലി പുതിയ ടെക്നോളജി കാരണവും പുതിയ രോഗങ്ങൾ വരുന്നത് കാരണവും പുതിയ പൊതുജനാരോഗ്യ ട്രെൻഡുകൾ വരുന്നത് കാരണവും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് ലോങ് കണ്ടിന്യൂസ് ലേണിംഗ് ആവശ്യമുള്ള ഒരു മേഖലയാണ് പബ്ലിക് ഹെൽത്ത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ 3 C's എന്ന് പറയാണ്. പബ്ലിക് ഹെൽത്ത് ഇസ് വെരി കൂൾ, ബട്ട് ഇറ്റ്സ് ഓൾസോ വെരി ക്രിട്ടിക്കൽ. നമ്മൾ പബ്ലിക് ഹെൽത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പബ്ലിക് ഹെൽത്ത് പല മേഖലകളിലും നിർവഹിക്കുന്നത്. പക്ഷെ അത് ചലഞ്ചിങ് കൂടിയാണ്. അപ്പം നമ്മൾ ഒരു കൂൾ എന്ന ഒരു ഫാക്ടർ വെച്ച് മാത്രം വരേണ്ടുന്ന ഒരു കരിയർ മേഖലയല്ല. അതിൻ്റെ സിഗ്നിഫിക്കൻസും അതിൻ്റെ ചലഞ്ചസും കൂടി ഈ മേഖലയിലേക്ക് വരുന്നവർ അറിഞ്ഞിരിക്കണം. അപ്പം ദീസ് ആർ ദ 3 key takeaways. Remember that it's multidisciplinary. It requires lifelong continuous learning and it's cool, critical and challenging. അപ്പം ഞാൻ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ ജേർണി ഇത് ഒരു 5 മിനിറ്റിൽ പറഞ്ഞൊതുക്കാൻ പറ്റില്ല, ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ 10ഉം 12ഉം പറയുന്നില്ല, കാരണം ഇപ്പൊ 10ലെയും 12ലും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ഓൾറെഡി എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ, 10ലെ മാർക്കിലാണ് കാര്യം, 12ലെ മാർക്കിലാണ് കാര്യം. സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവില് വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ടെമ്പർ വളർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. ആ സമയത്ത് നമ്മൾ കരിയറിനെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത്രയും ക്ലാരിറ്റി ഉള്ളവർക്ക് നേരത്തെ തന്നെ അത് ചിന്തിക്കാം, അത് ഫൈനലൈസ് ചെയ്യാം എന്നുള്ളതിനപ്പുറം 10ലും 12ലും അത്രയും ഭയങ്കരമായിട്ട് ഒരു കരിയർ പ്ലാനിങ് ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ 10ലെയും 12ലെയും കാര്യം പറയുന്നില്ല. എങ്കിലും ഐ വാസ് അക്കാഡമിക്കലി പ്രിറ്റി മച്ച് ഒരു ടോപ്പ് 5% ഓൾമോസ്റ്റ് ഓൾവേസ് ഉണ്ടായിരുന്ന ഒരാളാണ്. സയൻസ് വിഷയങ്ങളാണെങ്കിലും സോഷ്യൽ സയൻസ് വിഷയങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല മാർക്കോട് തന്നെയാണ് രണ്ടും പാസ്സായത്. അപ്പം ടിപ്പിക്കലി അങ്ങനെയുള്ള കുട്ടികൾ ഒരു സയൻസ് സ്ട്രീം, ഒരു എഞ്ചിനീയറിംഗ് മെഡിസിൻ സ്ട്രീമിലോട്ട് പോകുന്നതാണ് പൊതുവെ കാണാറുള്ളത്. ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും കുറച്ചുകൂടി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് 12th കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ജനറിക് ട്രഡീഷണൽ റൗട്ടിൽ പോകണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെ അടുത്തത് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഓക്കെ എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന, അപ്പം സോ ഐ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ മൾട്ടിപ്പിൾ തിങ്സ്. ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ്, ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ സയൻസസ്, എസ്പെഷ്യലി ഒരു സൈക്കോളജി, ബിഹേവിയർ സയൻസ്, പിന്നെ അതൊരു സർവീസ് ഓറിയന്റഡ് പ്രൊഫഷൻ ആയിരിക്കണം എന്ന നിർബന്ധം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വലിയ രൂപം ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാവരും ഓക്കെ അത്യാവശ്യം അക്കാഡമിക്കലിയും എക്സ്ട്രാ കരിക്കുലർ രീതിയിലും മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സിവിൽ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പം അത് താല്പര്യം ഉണ്ടായിരുന്നത് കാരണം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, യു കുഡ് ചൂസ് ലൈക്ക് 3 മേജേഴ്സ് ടു സ്പെഷ്യലൈസ് ഇൻ. നമ്മൾ അണ്ടർഗ്രാഡ് ഡിഗ്രി ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ BA അല്ലെങ്കിൽ BSc ഡിഗ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 3 വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഞാൻ സൈക്കോളജി, ഇക്കണോമിക്സ്, സോഷ്യോളജി എന്നീ 3 വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ BA കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം എംഫസൈസ് ചെയ്യാനുള്ളത്, ഈ BA തൊട്ട് ഞാൻ പോസ്റ്റ് ഡോക്ക് ചെയ്യുന്നത് വരെ ഓരോ എഡ്യൂക്കേഷണൽ ജേർണിയിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്ലൈഡ് എക്സ്പീരിയൻസ്, അതിപ്പോൾ വോളണ്ടറി ആവാം അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആകാം, പഠനത്തോടൊപ്പം തന്നെ അതും കൊണ്ടുപോയിരുന്നു. അപ്പൊ അതും ഞാനൊന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കാം, എന്തൊക്കെ തരത്തിലുള്ള ഏരിയയിലാണ് ചെയ്തിരുന്നതെന്ന്. അപ്പം യു ക്യാൻ ഓൾസോ സീ ദി എവല്യൂഷൻ ഓഫ് ഹൗ ദ ഡിഫറെന്റ് ഡിസിപ്ലിൻസ് കം ടുഗെദർ.
അപ്പം അത് ചെയ്യുന്നതിനോടൊപ്പം ഐ യൂസ് ടു വോളണ്ടിയർ വിത്ത് നോൺ പ്രോഫിറ്റ്സ്. സൈക്കോളജി ഇഷ്ടമായിരുന്നത് കാരണം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതായത് ക്ലിനിക്കൽ കൗൺസിലിംഗ് നടത്തുന്ന സെന്റേഴ്സ്, ലേണിംഗ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന, കുട്ടികളെ ട്യൂട്ടർ ചെയ്യുന്ന സെന്റേഴ്സിൽ അസിസ്റ്റന്റ് ആയിട്ട് പോവുക. പിന്നെ മീഡിയ, അതായത് ഇപ്പം വോയിസ് ഓഡിഷൻസ്, വോയിസ് ക്ലിപ്സ് റെക്കോർഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള പല പല രീതിയിൽ വോളണ്ടിയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് BA കഴിഞ്ഞിട്ട് പിന്നെയും ഉടനെ തന്നെ സിവിൽ സർവീസ് എക്സാം എഴുതണം എന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണം എന്നുള്ള ഇതിൽ പല യൂണിവേഴ്സിറ്റീസിലോട്ടും അപ്ലൈ ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലും അപ്ലൈ ചെയ്തു. അങ്ങനെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കോഹോട്ടിൽ, ഒരു ക്ലാസ്സിൽ, ഒരു ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും മൊത്തത്തിൽ ഒരു 10, 20, 25 കുട്ടികളെയാണ് അവർ ഒരു കോഹോട്ടിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ കമ്പറ്റിറ്റീവ് ആയിട്ടുള്ള അതിന് അഡ്മിഷൻ പ്രോസസ്സ് തന്നെ വളരെ കട്ടിയാണ്. യു ഹാവ് എൻ എൻട്രൻസ് എക്സാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, പിന്നെ ഒരു സ്ട്രെസ് ഇന്റർവ്യൂ പോലെ അവർ നടത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 20 പേരെ, പിന്നെ കുറച്ചുപേരെ അവർ വെയിറ്റ് ലിസ്റ്റിൽ വെക്കും. അപ്പൊ അങ്ങനെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും എന്തോ ഒരു ഭാഗ്യത്തിന് അതിന്റെ ഒരു എക്സ്പീരിയൻസ് വളരെ രസകരമാണ്. അപ്പം ആർക്കെങ്കിലും അതിനെ കുറിച്ച് പ്രത്യേകം അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ ക്യാൻ എലാബറേറ്റ് ലേറ്റർ. പക്ഷെ ഐ ഗോട്ട് ഇൻ ടു ദ 2-year മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. അവിടെ MA ഇൻ സോഷ്യൽ വർക്ക് എന്നാണ് ആ സമയത്ത് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത ഒരു 2 വർഷത്തിനകം ടിസിലെ എൻറ്റയർ എഡ്യൂക്കേഷണൽ കരിക്കുലം അവർ റീഓർഗനൈസ് ചെയ്തു. അപ്പൊ ഇപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്ത കോഴ്സിന്റെ പേര് MA ഇൻ സോഷ്യൽ വർക്ക്. അത് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. കാരണം ഈ ഒരു ക്ലിനിക്കൽ സൈക്കോളജി, ഒരു ക്ലിനിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യണം, കൗൺസിലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ് അതെടുത്തത്. പക്ഷേ ടിസിലെ അനുഭവം ശരിക്കും ഒരു വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. So even though I have taken courses from one of the best universities in the world in many different capacities, worked with some of the best academic and industry institutions, I would still rate the Tata Institute educational experience as one of the top 3. കാരണം വളരെ നമ്മൾ അപ്ലൈഡ് ലേണിങ്ങിന് ഫോക്കസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും ഈ പറഞ്ഞതുപോലെ ഫീൽഡ് എക്സ്പീരിയൻസ് നമ്മൾ മാൻഡറ്ററി ആയിട്ട് കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യണം. ഫീൽഡ് വർക്ക് ഉണ്ട്. ആദ്യത്തെ വർഷത്തെ ഫീൽഡ് വർക്ക് എനിക്ക് റൂറൽ ഒരു മേഖലയിലായിരുന്നു. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആയിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ബോംബെയിൽ നിന്ന് ഒരു 2 മണിക്കൂർ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഒരു ഉൾനാടൻ പ്രദേശത്ത് പോവുക, അവിടുത്തെ സ്കൂൾ, കമ്മ്യൂണിറ്റി, ട്രൈബൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയ്യുക. അങ്ങനെ ഒരു വർഷം നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ അല്ലാതെയുള്ള ഫീൽഡ് വർക്ക് വരും. ആ സമയത്താണ് സുനാമി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭൂകമ്പം, ഗുജറാത്തിലെ എർത്ത് ക്വേക്കിന്റെ റിലീഫ്, അങ്ങനെ ഒരുപാട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റിലീഫ് എഫേർട്സിലെ ഭാഗമാകാൻ ടിസിൽ പഠിക്കുന്ന സമയത്ത് സാധിച്ചു. സെക്കൻഡ് ഇയർ ആയപ്പോഴും നമുക്ക് നമ്മുടെ ഏരിയയിൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്യാൻ തിരഞ്ഞെടുത്തത് ക്ലിനിക്കൽ കൗൺസിലിംഗ്, അതായത് ഒരു മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് കൗൺസിലിംഗ് നൽകുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഉണ്ട് ബോംബെയിൽ, സമാരിറ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ മെഡിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ ഔട്ട്റീച്ച് ടീമിന്റെ ഭാഗമായിട്ട് ഒരു വർഷം മുഴുവൻ പ്രവർത്തിക്കാൻ. അത് നമ്മൾ ഈ 2 വർഷം കോഴ്സ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ ഈ അപ്ലൈഡ് എക്സ്പീരിയൻസ് ടിസിന് വളരെയധികം വാല്യൂ ചെയ്യുന്നത് കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ് അതും കണക്കാക്കുന്നത്. അപ്പൊ അത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ നമുക്ക് ശരിക്കും താല്പര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ആ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയി. എനിക്ക് ഒരു ഇൻഡിവിജ്വൽ ക്ലിനിക്കൽ കൗൺസിലിംഗ് മോഡിലോട്ട് പോകുന്നതിന് വലിയ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല. പക്ഷേ ഒരു ലാർജർ പോപ്പുലേഷൻ ലെവലിൽ, അതായത് കൂടുതൽ ഒരു സമൂഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിപ്പോ പെരുമാറ്റശാസ്ത്രം, അതായത് ബിഹേവിയർ സയൻസസിന്റെ വഴിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊതുജനാരോഗ്യം, അല്ലെങ്കിൽ പോളിസി, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ഒരു കോർ ഡൊമൈൻസിൽ ഒരു പൊതുവായ സമൂഹത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് ഉള്ള ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യാൻ ചൂസ് ചെയ്ത ഓപ്പർച്യൂണിറ്റീസും
അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അപ്പൊ ആദ്യം ജോലി ചെയ്തത് ഒരു ഇൻഡസ്ട്രി മാരിക്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലായിരുന്നു. അവിടെ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗത്തിൽ അവരുടെ ബിഹേവിയർ സയൻസസ് ഒരു ഇന്റർവെൻഷൻ ഡെവലപ്മെന്റ് വിഭാഗത്തിൽ റിസർച്ചറായിട്ടാണ് ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് കൺസൾട്ടിങ്, ഇൻഡിപെൻഡന്റ് കൺസൾട്ടിങ് പല ഫണ്ടിങ് ഏജൻസീസിന്റെ കൂടെ, യൂണിസെഫ്, UNDP, ഹങ്കർ പ്രോജക്ട്, അതുപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യയിലുടനീളം പല നോൺ പ്രോഫിറ്റ്സിന് കൺസൾട്ടിങ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കൺസൾട്ടിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ കൂടെ ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ യൂണിസെഫിന്റെ പല മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ പ്രോജക്ട്സിലും ഭാഗമാകാൻ സാധിച്ചു. അങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ആസാമില് ഡിപ്ലോയിഡ് ആയി. അവിടെ കുറച്ച് നാള് അവിടുത്തെ റിവർ ഐലൻഡ് ഒരു നോൺ പ്രോഫിറ്റ് ഉണ്ടാവുണ്ട് അവിടെ, ആഖ എന്ന് പറഞ്ഞിട്ട്. ആ ആഖയുടെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ യൂണിസെഫിൽ നിന്ന് അയച്ച ഇവാലുവേഷൻ ടീമിന്റെ ഭാഗമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് ശരിക്കും പബ്ലിക് ഹെൽത്ത് ആണ് എൻ്റെ ഒരു വൊക്കേഷൻ, എൻ്റെ ഒരു കോളിംഗ് എന്നുള്ളതിനെ കുറിച്ചൊരു എൻലൈറ്റൻമെന്റ് എന്നൊക്കെ നമുക്ക് പറയില്ല, അതുപോലെ ഒരു ധാരണ, കുറച്ചുകൂടെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്തിൽ കൂടുതൽ പഠിക്കണം, പ്രത്യേകിച്ചും നമ്മൾ ഈ സ്വഭാവശാസ്ത്രം എന്നുള്ള രീതിയിൽ. കാരണം ആ സമയത്ത് പബ്ലിക് ഹെൽത്തിലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കോഴ്സുകൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈഡ് എപ്പിഡമിയോളജി ഫോക്കസ് ചെയ്തിട്ട്, പക്ഷെ എനിക്ക് എൻ്റെ ആ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് PhD പ്രോഗ്രാമുകളെ കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ US UT, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ഹെൽത്ത് സയൻസ് സെന്ററിൽ ആണ് ഞാൻ PhD ചെയ്തത്. അവിടെ ബിഹേവിയർ സയൻസസിൽ PhD ചെയ്തു. അപ്പോൾ നമുക്ക് US സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ സെഷൻസിലും പലരും പറഞ്ഞിട്ടുണ്ട്, US UK അങ്ങനെ യൂറോപ്പുള്ള സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ക്യാൻ മേജർ ഇൻ വൺ തിങ് ബട്ട് യു ക്യാൻ ഓൾസോ മൈനർ, അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ടേക്ക് കോഴ്സസ് ഇൻ അതർ ഡിസിപ്ലിനറി ഏരിയസ്. So I minored in multiple things. Behavior sciences എന്ന larger umbrella ആയിരുന്നെങ്കിൽ തന്നെയും I could take statistics classes. So കണക്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ poor ആയിരുന്നു. I mean മാർക്കൊക്കെ കിട്ടുമായിരുന്നു, but I didn't really understand the concepts behind it. നമ്മൾ ശരിക്കും അതിന്റെ ഒരു ബേസിക്സ് ശരിക്കും ഞാൻ പഠിക്കുന്നത് ശരിക്കും PhD ലെവലിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ താല്പര്യം ഉണ്ടായി. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മൈനർ ചെയ്തു. അതോടൊപ്പം തന്നെ ആ സമയത്ത് എനിക്ക് പബ്ലിക് ഹെൽത്തും ടെക്നോളജിയും എങ്ങനെ കൂടുതൽ ബന്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ അതിന് ഇൻഫോർമാറ്റിക്സ് എന്നാണ് ഇവിടെ പറയുന്നത്. പല പേരുകളിൽ അത് അറിയപ്പെടുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് തന്നെ സബ് ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പൊ ഇൻഫോർമാറ്റിക്സ് ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ശാഖയാണ്. അതിൽ തന്നെ സബ് ഡൊമൈൻസും ഡിസിപ്ലിൻസും ഉണ്ട്. പക്ഷെ UTയുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമുക്ക് ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് മെഡിക്കൽ സെന്റേഴ്സ് ഇൻ ദ വേൾഡ് ആണ് സ്കൂള് നിലനിന്നിരുന്ന എൻവയൺമെന്റ്. അപ്പം യു ഹാവ് സ്കൂൾ ഓഫ് മെഡിസിൻ ഉണ്ട്, സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്, സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉണ്ട്, സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി ഉണ്ട്, സ്കൂൾ ഓഫ് ബയോമെഡിക്കൽ ഇൻഫർമാറ്റിക്സ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഏത് കോളേജിൽ നിന്ന്, ഏത് സ്കൂളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് കോഴ്സസ് എടുക്കാം. അപ്പോൾ നമുക്ക് മെഡിസിൻ, ഇപ്പൊ ബയോമെഡിക്കലിൽ എത്തിക്സിൽ ഒരാൾക്ക് ക്ലാസ് എടുക്കണം, പബ്ലിക് ഹെൽത്തിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ എൻറോൾ ഇൻ ദ സ്കൂൾ ഓഫ് മെഡിസിൻ ആൻഡ് ടേക്ക് ദാറ്റ് കോഴ്സ് ആസ് പാർട്ട് ഓഫ് യുവർ ക്രെഡിറ്റ്സ്. അപ്പം വൺ അഡ്വാൻറ്റേജ് ഐ ഹാഡ് എ ഫുള്ളി ഫണ്ടഡ് PhD. അപ്പം എനിക്ക് 2 ഫെലോഷിപ്സ് ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഗ്രാജുവേറ്റ് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് പല പ്രോജക്ട്സിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റുഡന്റ് ലോണൊന്നും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഫുള്ളി ഫണ്ടഡ് PhD ആയത് കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയാസ് നമുക്ക് കൂടുതൽ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പം ആ സമയത്ത് ഈ പബ്ലിക് ഹെൽത്തും ടെക്നോളജിയും ബന്ധിപ്പിച്ച കാര്യങ്ങളിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് റിസർച്ചിനോടൊപ്പം ഐ വർക്ക്ഡ് ഇൻ പ്രോജക്ട്സ് വെർ ദേ വർ ഡെവലപ്പിംഗ് കമ്പ്യൂട്ടർ ഗെയിംസ് ആസ് ബിഹേവിയറൽ ഇന്റർവെൻഷൻസ്. അപ്പം അഡോളസെന്റ് സെക്ഷൽ ഹെൽത്ത് എഡ്യൂക്കേഷന്, അതാണ് എൻ്റെ ഡിസർട്ടേഷൻ ടോപ്പിക്കും. അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റിൽ അതിന്റെ ലീഡായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതായത് എൻഡ് ടു എൻഡ്, റൈറ്റ് ഫ്രം ദ ഐഡിയ സ്റ്റേജ് ടു ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി എൻറ്റയർ കമ്പ്യൂട്ടർ ഗെയിം
മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ ഗെയിം പ്രോഗ്രാംസിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി. അതോടൊപ്പം സ്കൂൾ ഓഫ് ബയോമെഡിക്കൽ ഇൻഫർമാറ്റിക്സിൽ ഞാൻ കോഴ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ഫെലോഷിപ്പ് കിട്ടി. പല ടെലി ഹെൽത്ത് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ, അങ്ങനെ ബ്രസീലിൽ ഒരു ഓൺസൈറ്റ് പ്രോജക്റ്റിന് പോകാൻ പറ്റി. അപ്പൊ ഇതെല്ലാം നമ്മൾ ട്രഡീഷണലി ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ട്രഡീഷണലി ആ PhD ബിഹേവിയർ സയൻസസിനുള്ള ക്രെഡിറ്റ്സ് മാത്രം എടുത്ത് അത് മാത്രം ചെയ്ത് PhD കംപ്ലീറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ഇറ്റ് വുഡ് ബി ദ സെയിം ട്രാൻസ്ക്രിപ്റ്റ് ഐ വുഡ് ഗെറ്റ്. പക്ഷേ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അത് യൂസ് ചെയ്യാൻ പറ്റുമോ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ഞാൻ നോക്കിയത്. അപ്പൊ അങ്ങനെ പല പല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റി. അപ്പം ബയോമെഡിക്കൽ ഇൻഫർമാറ്റിക്സിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവര് ഇന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു PhD ചെയ്ത് കഴിയുമ്പോൾ ഒരു അക്കാഡമിയ, ഒരു ഫാക്കൽറ്റി ആവുക, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഡോക്ക്, അങ്ങനെ ഒരു അക്കാഡമിക് പോസ്റ്റ് ഡോക്ക്, റിസർച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഡോക്ക് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 4 വർഷം PhD കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു അക്കാഡമിയ മാത്രം ഫോക്കസ് ചെയ്ത് പോകണ്ട എന്നുള്ള ഒരു ബോധ്യമുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കണം, പക്ഷെ എന്നാൽ ഒരു അപ്ലൈഡ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളത് അന്വേഷിച്ചിട്ട് ഈ പബ്ലിക് ഹെൽത്തും ടെക്നോളജിയും ബിഹേവിയർ സയൻസസും എല്ലാം കൂടി വരുന്ന എന്തെങ്കിലും മേഖലയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ ഈ നെറ്റ്വർക്കിലുള്ള സബ്ജക്ട് മാറ്റർ എക്സ്പെർട്സ് ഒക്കെ അതിന് ഒരുപാട് ഇൻപുട്ടും വിസ്ഡവും നമുക്ക്, ഇപ്പം ഈ നമ്മുടെ മെന്റർ സെഷൻ ചെയ്യുന്നത് പോലെ ആ സമയത്തുണ്ടായിരുന്ന മെന്റേഴ്സ് എനിക്ക് ഒരുപാട് സഹായകരമായി. അപ്പൊ അങ്ങനെയാണ് ഒരു പെട്ടെന്ന് ദിവസം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ പല ഓപ്പർച്യൂണിറ്റീസ് നോക്കും. അപ്പം ഒരു ദിവസം വെറുതെ ഇരുന്ന് ഞാൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് ടെക്നോളജി പോസ്റ്റ് ഡോക് ഫെലോഷിപ്സ് എന്നെന്തോ മറ്റോ ഗൂഗിൾ ചെയ്തപ്പോൾ ആദ്യം വന്ന ഒരു 5 റിസൾട്ടിൽ ഉണ്ടായിരുന്നതാണ് CDC പബ്ലിക് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് ഫെലോഷിപ്പ്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയപ്പോൾ ഇത് എനിക്ക് പറ്റുന്ന സംഭവമാണല്ലോ എന്ന് തോന്നി. പക്ഷെ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുമ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല. അവരെ നമ്മള് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഐ കനോട്ട് അപ്ലൈ ടു ദ പ്രോഗ്രാം. കാരണം ഞാൻ PhD ഡിസർട്ടേഷൻ സ്റ്റേജിലായതേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആ സമയത്ത് അവർക്ക് 2-3 വർഷം ആ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരെ വേണം. But then I was like, okay, I'll give it a shot. കാരണം ഞാൻ ഈ കമ്പ്യൂട്ടർ ഗെയിം പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ടെലിഹെൽത്ത് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. Even though it was sort of part-time as while I was doing my PhD, I thought I'll give it a shot. അപ്പൊ അതാണ് എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്. വെൻ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രാബ് ഇറ്റ്. there is nothing to lose. നമുക്ക് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോ നമുക്കത് വർക്ക് ഔട്ട് ആവും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഈ പബ്ലിക് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് ഫെലോഷിപ്പിനെ സംബന്ധിച്ച് എനിക്ക് സംഭവിച്ചത്. കാരണം ആ പ്രോഗ്രാമിലും അവര് US നിന്നും വിദേശത്തു നിന്നും ഇന്റർനാഷണൽ ഒരു പ്രോഗ്രാമാണ്, ഒരു ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്കും ചേരാൻ സാധിച്ചത്. ഈവൻ ദോ പ്രൈമറിലി US CDC ഒരു ഗവൺമെന്റ് ഏജൻസി ആയതും പ്രൈമറിലി അവരുടെ ഫെലോഷിപ്സ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആർ ഓറിയന്റഡ് ടുവേർഡ്സ് US സിറ്റിസൺസ്. പക്ഷെ there are certain programs that will accept international candidates. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തു. അതും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ ആ സമയത്ത്, അതായത് എന്റെ കോഹോട്ടിൽ 4 പേരാണ്, അതായത് 300-400 ആൾക്കാർ അപ്ലൈ ചെയ്തതിൽ നിന്ന് അവർ 4 പേരെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഈ 4 പേരിൽ ഒരാളാകാൻ സാധിച്ചതിന്റെ പിന്നിലും ഒരു രസകരമായ കഥയുണ്ട്. അത് ശരിക്കും ഒരു പ്രത്യേക തരത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രത്യേക പ്രോജക്റ്റിൽ അവര് ഈ ഗെയിമിഫിക്കേഷൻ, ടെലിഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് അതിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരാളെ നോക്കുകയായിരുന്നു. ആൻഡ് ദേ ഓൾസോ വാണ്ടഡ് സംബഡി ഹു ഹാഡ് എ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇറ്റ് വാസ് എ കോൺഫ്ലുവൻസ് ഓഫ് ഡിഫറെന്റ് തിങ്സ്. അപ്പൊ എനിക്ക് ഈ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രം ആണ് ഞാൻ ആ റോളിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ CDCയിൽ എത്തിപ്പെടുന്നത്. അതൊരു പോസ്റ്റ് ഡോക്ക്, അഗൈൻ ഒരു അപ്ലൈഡ് ഫെലോഷിപ്പ് ആണ്. നമ്മൾ റിസർച്ച് മാത്രം ചെയ്യുക എന്നുള്ള ഉദ്ദേശമല്ല, പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുക, അതിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പിളുള്ള ഒരു പോസ്റ്റ് ഡോക്ടറൽ ട്രെയിനിങ് ആണ്. അപ്പൊ അവിടെയാണ് ഞാൻ ഈ ഇൻഫർമാറ്റിക്സിനെ കുറിച്ചും ഡേറ്റ സയൻസിനെ കുറിച്ചും കൂടുതൽ അറിയുന്നത്.
അറിയുന്നതും അതിൽ കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് നേടുന്നതും. അപ്പം ആ 2 വർഷത്തെ പരിചയം കൊണ്ട് കൂടുതൽ ഒരു പബ്ലിക് ഹെൽത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ സിസ്റ്റംസിനെ കുറിച്ച്, അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ റാപ്പിഡ്ലി സ്കെയിൽ അപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇബോള മിക്കവാറുമുള്ള അതിനുശേഷമുള്ള എമർജൻസി റെസ്പോൺസ് CDC നടത്തിയ എമർജൻസി റെസ്പോൺസസിലൊക്കെ ഭാഗമായിട്ടുണ്ട്. ഇപ്പം ഇബോളയുടെ സമയത്ത് you have to quickly scale up or information system to collect data, to track behaviors, അല്ലെങ്കിൽ qualitative data collect ചെയ്യണം, ഇങ്ങനെ ആളുകളുടെ ബിലീഫ്സ് ആൻഡ് പെർസെപ്ഷൻസിനെ കുറിച്ച് എന്നുള്ള അങ്ങനെ പല തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ നമ്മൾ പബ്ലിക് ഹെൽത്തിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആവശ്യമാണ്. അപ്പൊ അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഇതിൽ ഡിസൈൻ, ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന രീതിയിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. ഡേറ്റ വിഷ്വലൈസേഷൻ, ഡേറ്റ സയൻസിൽ തന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ പീസിലാണ് കൂടുതൽ കോഴ്സസും ട്രെയിനിങ്ങും ചെയ്ത് കൂടുതൽ അതിലെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തത്. അപ്പൊ അതിനുശേഷം ആ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ഹെൽത്ത് സയന്റിസ്റ്റ് ആയിട്ട് they absorbed me. Then I continued working at CDC from then on. So 2016 I was completing my postdoctoral fellowship at CDC and they absorbed me there and I'm still continuing to work there. So അത് എന്ത് തരത്തിലുള്ള ജോലിയാണെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാം. സമയം want to keep time in mind. So എന്നെ ഞാൻ തന്നെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ I would say I am a generalist with specialized skill sets. So it's like jack of all trades, master of none എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ബട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് പബ്ലിക് ഹെൽത്ത് ദാറ്റ്സ് ആക്ച്വലി an advantage. നമുക്ക് പല കാര്യങ്ങളിൽ ചെയ്യാൻ അറിയുക, സ്കിൽ സെറ്റ്സ് ഉണ്ടായിരിക്കുക, പക്ഷെ ഓവറോൾ ഒരു പബ്ലിക് ഹെൽത്ത് പ്രോജക്റ്റ് എൻഡ് ടു എൻഡ് കൊണ്ടു നടക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വളരെ കീ ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് ആണ്. അപ്പം ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പല അക്കാഡമി ഉണ്ട്, ഇതിൽ ഇൻഡസ്ട്രി ഉണ്ട്, കൺസൾട്ടിങ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഈ മേളിൽ ഉള്ള ഒരു ലോഗോ രണ്ടും ഞാൻ വർക്ക് ചെയ്ത കമ്പ്യൂട്ടർ ഗെയിംസ് ആണ്. അപ്പൊ ഈ പല ഇൻഡസ്ട്രി ഏരിയാസിൽ, കൺസൾട്ടിങ്, അക്കാഡമിക് ഏരിയാസിൽ വർക്ക് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും എൻ്റെ ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ബാക്ക്ഗ്രൗണ്ട് വിത്ത് മൾട്ടിപ്പിൾ സ്കിൽ സെറ്റ്സ് പ്ലസ് ദി എബിലിറ്റി ടു ലേൺ. അതായത് ഓരോ മൈൽ സ്റ്റോണിലും ഞാൻ പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനറി ഏരിയയിൽ മാത്രം ചുരുങ്ങിപ്പോവാതെ പുതിയതായിട്ട് നമ്മുടെ ലോകം എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് പുതിയ പല ഓപ്പർച്യൂണിറ്റീസും കിട്ടാനും സാധിച്ചത്. സോ ദാറ്റ്സ് വൺ തിങ് ഐ വാണ്ട് ടു എംഫസൈസ്. അപ്പൊ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട് മാറ്റർ ഏരിയാസ് It's very interdisciplinary, intersectional and again continuous learning. And now again it is not an exception. അപ്പം പെട്ടെന്ന് നമുക്ക് തോന്നുമോ എനിക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് അത് ശരിയാണ്, പക്ഷേ it is not an exception anymore, rather it's the norm. അപ്പൊ നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഏരിയസിൽ കൂടുതൽ അറിവ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. So right now I am focusing on these subject matter areas. So public health informatics and in the core expertise area. Adil thanne systems design and evaluation. Pinne behavior sciences and the educational background. Adil SDOH, that is social determinants of health. Adayathu nammade samohiga, rashtriya, sambathiga കാര്യങ്ങൾ എങ്ങനെ ഒരാളുടെ പബ്ലിക് ഹെൽത്തിനെ, ഒരു സമൂഹത്തിന്റെ പബ്ലിക് ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ്. അതിൽ തന്നെ ഇന്റർസെക്ഷൻ ഓഫ് ടെക്നോളജി, ബിഹേവിയർ സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചും ഞാൻ വേണമെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി. പിന്നെ ഡേറ്റ സയൻസ്, സംതിങ് വിച്ച് ഐ ഹാവ് സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് ലൈക്ക് 4 years ബാക്ക്. അതിൽ തന്നെ അഡ്വാൻസ് അനലിറ്റിക്സ് ആൻഡ് സിമുലേഷനും വിഷ്വലൈസേഷൻ റിപ്പോർട്ടിങ്ങിലുമാണ് കൂടുതൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം ഇത് തന്നെ ആയിരിക്കണം ഒരു 2 വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവുന്ന ഈ സബ്ജക്ട് മാറ്റർ ഏരിയ മൈൻഡ് മാപ്പിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ കൂടുതൽ ഏരിയാസ് ഉണ്ടാകാം. ഇപ്പൊ തന്നെ ഞാൻ പുതിയൊരു CDC ഒരു ഗവൺമെന്റ് ഏജൻസി ആണ്, അതിൽ തന്നെ മൾട്ടിപ്പിൾ സെന്റേഴ്സ് ഉണ്ട്. അപ്പം സെന്റേഴ്സ് ഫോർ ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ട്, ഗ്ലോബൽ ഹെൽത്തിന് വേണ്ടി ഒരു സെന്റർ ഉണ്ട്, അങ്ങനെ പല സെന്റേഴ്സ് കൂടി ചേർന്നാണ് CDC എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന റീസെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത റോളിൽ ഐ എം വിത്ത് സെന്റർ ഫോർ ക്രോണിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. അപ്പം അതിൽ തന്നെ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെ നമ്മുടെ ഈ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ഡേറ്റ കളക്ട് ചെയ്യാം, അത് പബ്ലിക് ഹെൽത്തിന്, പോപ്പുലേഷൻ ഹെൽത്ത് ലെവലിൽ ഉപയോഗിക്കാം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ട. അപ്പോൾ ഞാൻ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോഴത്തെ റോളില് ഞാൻ ഹെൽത്ത് സയന്റിസ്റ്റ് ആണ്. നീരജ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ അതാണ് മേജർ റോൾ. അതായത് ബോത്ത് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച് ആൻഡ് പ്രാക്ടീസ്, അതാണ് ഹെൽത്ത് സയന്റിസ്റ്റിന്റെ റോള്. ഐ ഓൾസോ ഇസ് എ പാർട്ട് ടൈം ഫാക്കൽറ്റി പല യൂണിവേഴ്സിറ്റീസിലും പബ്ലിക് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് ആൻഡ് ബിഹേവിയർ സയൻസ് പഠിപ്പിക്കാൻ പോകാറുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ അഡ്ജങ്ക്ട് ഫാക്കൽറ്റി ആയിട്ട് അഫിലിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പല പ്രോജക്ട്സിലും കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. അവർക്ക് സാങ്കേതിക സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല കൺസൾട്ടേഷൻ റോളിൽ പ്രവർത്തിക്കാറുണ്ട്. ആൻഡ് അഗൈൻ ലേണർ ആണ്, പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ദെൻ ഫൈനലി ഐ എം ഓൾസോ ട്രെയിനർ. അപ്പം ട്രെയിനറും ഫാക്കൽറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ട്രെയിനർ ഇസ് മോർ സോർട്ട് ഓഫ് ഒരു അപ്ലൈഡ് പ്രോജക്റ്റിൽ എങ്ങനെ ജോലി ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CDCയുടെ പല ഫെലോഷിപ്സും അപ്ലൈഡ് എക്സ്പീരിയൻസ് ഉള്ള ഫെലോഷിപ്സ് ആണ്. അപ്പൊ ആ ഫെലോഷിപ്സിൽ ട്രെയിനിങ് ചെയ്യുന്നത് നമ്മൾ അപ്ലൈഡ് പ്രോജക്ട്സ് ഉപയോഗിച്ചാണ്. അപ്പം റിയൽ വേൾഡ് സിമുലേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ വരുന്ന പബ്ലിക് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് അതുപോലെ മറ്റ് ഫെലോഷിപ്പിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാനും ഒരു റോൾ എൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ട് ഇപ്പോൾ. അപ്പം ഇതാണ്. സോ ആസ് യു ക്യാൻ സി ഐ വെയർ മൾട്ടിപ്പിൾ ഹാറ്റ്സ് ആൻഡ് വിത്തിൻ ഈച്ച് ഓഫ് ദീസ് റോൾ ഓൾസോ ദർ ആർ മൾട്ടിപ്പിൾ സബ് റോൾസ് വിത്തിൻ ദാറ്റ്. So really, truly, it's very multidisciplinary and you keep on learning. And it's kind of cool. So right now, informatics എന്താണെന്ന് ചോദിച്ചാൽ ഒരു succinct ആയിട്ട് പറയുകയാണെങ്കിൽ getting the right data at the right time to the right people for right public health decision making. അപ്പൊ അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ശാഖയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സന്നദ്ധയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ പബ്ലിക് ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ജനറൽ രീതിയിൽ പറഞ്ഞു പോകാനാണ് ഇപ്പൊ ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു റോളിലാണ്. അപ്പൊ ഇത് പല മേഖലകളുണ്ട് ഇതിൽ തന്നെ. അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ഉണ്ട്. സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഒരു ബയസ് ഇല്ലാത്ത, ഡേറ്റ ബയസ് ഇല്ലാത്ത ഒരു സിസ്റ്റം എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് പല നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്യാം. പക്ഷേ ഒരാളുടെ ബിഹേവിയർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ബിഹേവിയർ പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ്സ് എ മോസ്റ്റ് ചാലഞ്ചിങ്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഫർമാറ്റിക്സ് എന്ന ലാർജർ കോർ ഡൊമെയിനിലുണ്ട്. അപ്പം അതിലാണ് ഇപ്പൊ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് എൻ്റെ ഒരു കരിയർ ആൻഡ് എഡ്യൂക്കേഷണൽ ജേർണി ഇൻ എ നട്ട്ഷെൽ. അപ്പൊ ഇനി നമുക്ക് ഒരു പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാം. And I know I need to be mindful of time, so I'm going to run a little quickly than I would like to. So just to Neeraj, I would need your help with this. I'm going to pose this question to the audience because I want to see endana public health എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു ഇംപ്രഷൻ, പെർസെപ്ഷൻ എന്നുള്ളത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. So if you want to type in, what does public health mean to you? What is public health to you? ഇപ്പോൾ ഒരു വേർഡ് ആകാം, അല്ലെങ്കിൽ ഒരു just one sentence ആകാം. Quickly ഒരു 1 minute എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ Neeraj, you can call it out because I can't see the Zoom chat window. So what does public health mean to you? എന്തെങ്കിലും വന്നിട്ടുണ്ടോ കമന്റ്? There is one comment. Okay. It's from Rahna. Okay. She says, find the health issues in society, prevent, manage the issue. Great, Rahana. That's a great summary. I really like that. അപ്പോൾ നമ്മൾ സാധാരണ പബ്ലിക്, go ahead. Sorry. Then there is another comment from our Facebook page. It's about state of well-being of a society, and someone else says wellness of society. So yeah, I really like that. So usually when I post this question, പലപ്പോഴും നമ്മൾ ഡിസിപ്ലിനറി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കിട്ടാറുള്ളത്. അത് എപ്പിഡമിയോളജി ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അങ്ങനെയുള്ള രീതിയിലാണ് ആൻസേഴ്സ് കിട്ടുന്നത്. So I really like these answers. And that's spot on. Another answer, I'm sorry to intervene. Go ahead, that's okay. Yeah, it's about they say it protects the health of people and the communities where they live. And we have another answer. It's about
Science and art of preventing disease, prolonging life and promoting health. Absolutely, these are all correct, and I'm glad that we are in the same thought process. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു ആൻസർ വന്നിട്ടുള്ളത് ഞങ്ങളുടെ CDC ലൈബ്രറിയന്റെ അടുത്ത് നിന്നാണ്. So what she said is very simple. Whatever keeps you from dying and whatever improves your quality of life is public health. അപ്പം അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുന്നത് മുതൽ നമ്മൾ തിരിച്ചുറങ്ങാൻ പോകുന്നത് വരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യവും വേണമെങ്കിൽ പബ്ലിക് ഹെൽത്തിന്റെ കീഴിൽ വരും. കാരണം നമ്മൾ ആ ഒരു ഇപ്പൊ നമ്മൾ ആൻസേഴ്സ് വന്നത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു പൊതു ആയിട്ടുള്ള ആരോഗ്യം, സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ആണ് പബ്ലിക് ഹെൽത്ത് കവർ ചെയ്യുന്നത്. അപ്പം അതിൽ പല മേഖലകളുണ്ട്. പൊതുവെ നമ്മൾ ഈ ഇൻഫെക്ഷസ് ഡിസീസസിനെ കുറിച്ചാണ് കൂടുതൽ കേൾക്കുന്നത്. രോഗവ്യാപന ശാസ്ത്രം അല്ലെങ്കിൽ എപ്പിഡമിയോളജി, നമ്മൾ പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പക്ഷെ ഒരു ശാഖ മാത്രമാണ്. അതിൽ വളരെ ഉപരിയാണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ശാഖ, പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഡിസിപ്ലിൻ. അപ്പം അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ഉണ്ട്. അത് എഡ്യൂക്കേഷൻ ആക്സസ് ആൻഡ് ക്വാളിറ്റി ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആക്സസ് ആൻഡ് ക്വാളിറ്റി ആവാം. നമ്മുടെ നെയ്ബർഹുഡ്, നമുക്ക് നടക്കാൻ സ്ഥലങ്ങളുണ്ടോ, എക്സസൈസ് ചെയ്യാൻ സ്ഥലങ്ങളുണ്ടോ. നേരത്തെ മുരളിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യ രീതികളെ കുറിച്ച്. അപ്പൊ ആരോഗ്യ രീതികൾ എങ്ങനെയാണെന്നുള്ളത്, അത് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് ശരിക്കും പബ്ലിക് ഹെൽത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റ്, അതായത് നമ്മുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അതായത് ഒരു സ്റ്റെബിലി ആയിട്ടുള്ള ഇൻകം ഉണ്ടോ, താമസിക്കാൻ പാർപ്പിടമുണ്ടോ, കുടിക്കാൻ ശുദ്ധമായ വെള്ളമുണ്ടോ, ശ്വസിക്കാൻ ശുദ്ധമായ വായു ഉണ്ടോ, ഇതൊക്കെ തന്നെ പബ്ലിക് ഹെൽത്തിന്റെ പെർവ്യൂവിൽ വരുന്നതാണ്. അതോടൊപ്പം അതോടൊപ്പം തന്നെ പൊല്യൂഷൻ, പലയിടത്തും നമ്മൾ ഇപ്പോൾ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊല്യൂഷനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ശാഖയുണ്ട് പബ്ലിക് ഹെൽത്തിൽ. ഹെൽത്ത് പോളിസി നമ്മൾ പഠിക്കുന്നത് മാത്രം പോരാ, അതൊരു പോളിസി ലെവലിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഏത് പഠനങ്ങൾക്കും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ പോളിസിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പബ്ലിക് ഹെൽത്ത് ഡൊമൈൻ ഉണ്ട്. വർക്കർ സേഫ്റ്റി, ഒക്കുപേഷണൽ ഹെൽത്ത് ഒരു പബ്ലിക് ഹെൽത്ത് ശാഖയാണ്. Again, these are just some options. It's not an exhaustive list. പൊതുവെ നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതാണ് കോർ ഡിസിപ്ലിൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് മുതലുള്ള പബ്ലിക് ഹെൽത്ത് സ്കൂൾസിൽ, മിക്കവാറും എല്ലാ സ്കൂൾസിലും MPH അല്ലെങ്കിൽ PhD കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഈ കോർ ഡിസിപ്ലിനറി ഏരിയസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ്, അതാണ് ഞാൻ ചെയ്തത്. എപ്പിഡമിയോളജി നമ്മൾ ഒരുവിധം ഇപ്പോൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ്. ബയോമെഡിക്കൽ സയൻസ്, അതായത് മൈക്രോബയോളജി അല്ലെങ്കിൽ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പഠനങ്ങൾ, എൻവയൺമെന്റൽ ആൻഡ് ഒക്കുപേഷണൽ ഹെൽത്ത്, ഹെൽത്ത് പോളിസി ആൻഡ് മാനേജ്മെന്റ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് കോർ. മിക്കവാറും എല്ലാ പബ്ലിക് ഹെൽത്ത് സ്കൂൾസിലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള MPH കോഴ്സസ് ആണ് ഉള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു റിയാക്ഷണറി മോഡ് ഓഫ് റെസ്പോൺസ് മോഡ് ഓഫ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് കൂടുതൽ ഒരു പ്രിവെൻഷൻ മോഡിലോട്ട്, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും പബ്ലിക് ഹെൽത്ത് എത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രിവെൻഷൻ പെർസ്പെക്റ്റീവിലോട്ടാണ് കൂടുതൽ പബ്ലിക് ഹെൽത്തിന്റെ പുതിയ ട്രെൻഡ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ ക്ലിനിക്കൽ പ്രിവെൻഷൻ, അതായത് നമ്മൾ പോളിയോ മുതലുള്ള ഇമ്മ്യൂണൈസേഷൻ സർവീസസ്, അതാണ് ഈ ട്രഡീഷണൽ പ്രിവെൻഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹെൽത്ത് കെയറും പബ്ലിക് ഹെൽത്തും തമ്മിലുള്ള ദൂരം കുറയ്ക്കുക, ഹെൽത്ത് കെയർ ഇന്റർവെൻഷൻസിനെ കൂടുതൽ ഒരു സാമൂഹികമായ രീതിയിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ 3 buckets ഓഫ് പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നടുക്കുള്ളത് പ്രൊവൈഡ് സർവീസസ് ഔട്ട്സൈഡ് ദ ക്ലിനിക്കൽ സെറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആശാ വർക്കേഴ്സ്, നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ ഹെൽത്തിനെ ടച്ച് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അല്ലാതെയുള്ള ഏത് തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സും ഈ രണ്ടാമത്തെ ബക്കറ്റിൽ പെടും. മൂന്നാമത്തത് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തത്, കുറച്ചുകൂടെ ദൂരവ്യാപകമായിട്ട് ട്രെൻഡ്സ് പഠിക്കുന്ന, അതായത് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്, സ്ത്രീകളെയാണോ, കുട്ടികളെയാണോ, അല്ലെങ്കിൽ വേറെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടോ, അതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ പബ്ലിക് ഹെൽത്ത് പോളിസിയും ഇന്റർവെൻഷനും ഉണ്ടാക്കാം എന്ന് പഠിക്കുന്ന ഒരു മേഖലയിലേക്ക് എത്തുന്നതാണ് ഈ മൂന്നാമത്തെ ബക്കറ്റ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലോട്ടാണ് ഇപ്പൊ കൂടുതൽ പബ്ലിക് ഹെൽത്ത് കരിക്കുലവും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സ്കൂൾസിലും
ഈ 3 ഏരിയസിലുള്ള ഡിസിപ്ലിനറി കരിക്കുലവും ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിലുപരി ഒരു പോളിസി ലെവലിൽ വളരെ ദൂരവ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതാണ് പബ്ലിക് ഹെൽത്ത് ഇസ് വെരി ക്രിട്ടിക്കൽ ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഇൻവിസിബിൾ വെൻ ഇറ്റ് വർക്ക്സ്. So one example is ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ CDC director ആണ്. She has an infectious disease background, medicine background. So recently CDC racism, അമേരിക്കയിലെ racism ഒരു വലിയ ഇഷ്യൂ ആണ്. racismത്തിനെ ഒരു പബ്ലിക് ഹെൽത്ത് ത്രെറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. And that is huge. That means you can include racial tensions, അല്ലെങ്കിൽ റേസിസത്തിനെ ഒരു കമ്പോണന്റ് ആയിട്ട് നമ്മുടെ ഇന്റർവെൻഷൻസിൽ പോളിസീസിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ CDC ഒരു ഗൈഡ് ലൈൻ ഇറക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹ്യൂജ് ഇംപ്ലിക്കേഷൻസ് ഓൺ വാട്ട് ഹാപ്പൻസ് ഡൗൺ ദ ലൈൻ. അപ്പൊ അതുപോലെ അതൊരു വലിയ എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ 3 buckets ഓഫ് പ്രിവെൻഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഒരു വളരെ നല്ല എക്സാമ്പിൾ ആണ്. ആ 3 ബക്കറ്റും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു യൂസ് കേസ്. അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിൽ ഉള്ള ഇതുപോലെയുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് പബ്ലിക് ഹെൽത്തിന്റെ പുതിയ മാറ്റങ്ങളെ കുറിച്ച്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. അപ്പം ഞാൻ ഇത് CDCയുടെ പബ്ലിക് ഹെൽത്ത് ഫെലോഷിപ്സ് ഗൂഗിൾ ചെയ്താൽ മതി, ഈ പേജിലെത്തും. അപ്പം അത് ഞാൻ തെരഞ്ഞെടുത്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത് ഐ എം മോർ ഫെമിലിയർ വിത്ത് ദിസ് ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു ഷോ ഓരോ ലെവലിലും നമ്മൾ സ്കൂൾ തലം തൊട്ട് പോസ്റ്റ് ഡോക്ടറൽ ലെവൽ വരെ നമുക്ക് പബ്ലിക് ഹെൽത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്രെഡ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് I would encourage you to check it out. So you'll see the scope and breadth. And it will also show you how it is a lifelong, continuous, multidisciplinary journey. അതിൽ തന്നെ പല ഡിസിപ്ലിനിലുള്ള സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫെലോഷിപ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പബ്ലിക് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ഫെലോഷിപ്പ് ആണ് ഞാൻ ചെയ്ത ഫെലോഷിപ്പ് പ്രോഗ്രാം. EIS എന്ന് പറഞ്ഞിട്ട് വേറൊരു 2 വർഷത്തെ അപ്ലൈഡ് എപ്പിഡമിയോളജി ഫെലോഷിപ്പ് ഉണ്ട്. ഈ ഫെലോഷിപ്പ് ശരിക്കും ഡിസീസ് ഡിറ്റക്റ്റീവ്സ് ആയിട്ട് നമ്മുടെ ഏതൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായാലും US മാത്രമല്ല ലോകത്തെ ഏത് ഭാഗത്തും ഇവര് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് പോകുന്നത്. അപ്പൊ ഈ ഫെലോഷിപ്പ് ഒന്നോടൊപ്പം തന്നെ ലാബറട്ടറി ലീഡർഷിപ്പ് സർവീസ് ഉണ്ട്. അതായത് ലാബ് സ്പെഷ്യലിറ്റിയിൽ ഫോക്കസ് ചെയ്തവർക്ക് പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ് ചെയ്യാൻ. അപ്പം ഈ 2 ഫെലോഷിപ്പിന്റെയും സെലക്ഷൻ ലീഡായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ് വരുന്നത്. ഡോക്ടേഴ്സ് വരുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, നഴ്സസ് ഉണ്ട്, ബിഹേവിയറൽ സയന്റിസ്റ്റ് ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതുപോലെ പ്രിവെൻഷൻ എഫക്റ്റീവ്നെസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ ഫെലോഷിപ്പ് ഉണ്ട്. അത് ഇക്കണോമിക് പോളിസീസ്, പബ്ലിക് ഹെൽത്തിലെ ഇക്കണോമിക് പോളിസീസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യുന്ന ഫെലോഷിപ്പാണ്. അതുപോലെ പ്രിവെന്റീവ് മെഡിസിൻ റെസിഡൻസി, അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ അല്ലെ പ്രിവെന്റീവ് മെഡിസിനിൽ താല്പര്യമുള്ളവർ ചെയ്യുന്ന ഒരു ഫെലോഷിപ്പാണ്. അതുപോലെ ഡേറ്റ സയൻസ് ടീം പ്രോഗ്രാംസ്. ഡേറ്റ സയൻസ് ഇൻക്രീസിംഗ്ലി പബ്ലിക് ഹെൽത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് വരികയാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പ്രോഗ്രാംസ് ഉണ്ട്. ജിന, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. നമ്മള് സമയം നമ്മൾ ഇത്തിരി ഇങ്ങോട്ട് കടന്നു പോയിരിക്കുന്നു. സോ നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്താൽ വി ക്യാൻ. ഷുവർ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഇത് കവർ ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ഐ എം ജസ്റ്റ് ഗോണ റാപ്പ് അപ്പ്. ഐ വിൽ ഗോ ഹെഡ് ആൻഡ് റാപ്പ് അപ്പ്. ഇത് ജോൺസ് ഹോപ്കിൻസിന്റെ ഇപ്പോഴത്തെ കോഴ്സ് ലിസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മള് MPH മാത്രമല്ല പബ്ലിക് ഹെൽത്തിലുള്ള വേറെ പല ശാഖകളുണ്ട്. ബയോഎത്തിക്സ് ഉണ്ട്, ഹെൽത്ത് ബയോളജി ഉണ്ട്, അപ്ലൈഡ് സയൻസ് ഉണ്ട്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ടോക്സിക്കോളജി, ഹ്യൂമൻ റിസ്ക് അസസ്മെന്റ്, അങ്ങനെ പല ശാഖകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കോവിഡിന്റെ സമയം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മെഡിക്കൽ ജേർണലിസം ആർട്ടിക്കിൾസ്, ഡേറ്റ വിഷ്വലൈസേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, കമ്മ്യൂണിക്കേഷൻ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസിപ്ലിൻസ് ആക്ച്വലി കം ഇൻ ടു ദിസ് പബ്ലിക് ഹെൽത്ത് ഡൊമൈൻ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നിർത്താം, എന്നിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം.
Neerja, choicholu, questions choicholu. Yeah, sure. Thank you so much, Jina. It was a wonderful session, full of information. And Jinയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കരിയർ ട്രാജക്ടറി നമുക്ക് കേൾക്കാൻ പറ്റി. But I think you're okay, right? Yes, I'm okay. There is കുറച്ച് ചുമയുണ്ട്. So you interjected in the right moment, so it's good. I'll just take my hot water and listen to questions and answer. Yeah. Sorry to hear that. Okay, no problem. Actually, there are questions regarding Master of Public Health. There are questions like which are the universities or courses that are available in India on public health, and also there are questions like nurses can nurses or other health professionals can come into this field. Absolutely. So nurses, so I'm gonna just keep the slide on there. This Kerala, and again, this might not be an exhaustive list. എനിക്കറിയാത്ത ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കാണാം, പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് സെർച്ചിൽ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇത് കേരളത്തിലുള്ളതാണ്, ഇന്ത്യയിലുള്ളത് അടുത്ത സ്ലൈഡിലുണ്ട്. അത് ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നഴ്സസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നഴ്സസിന്റെ എക്സ്പീരിയൻസ് വളരെ വളരെ അധികം വാല്യൂ ചെയ്യുന്ന ഒരു ഏരിയ ആണ് പബ്ലിക് ഹെൽത്ത്. കാരണം അവരുടെ ബ്രെഡ് ആൻഡ് സ്കൂപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഇസ് വെരി ഹാർഡ് ടു ഗെറ്റ്. അപ്പം ഇൻഫർമാറ്റിക്സിലാണെങ്കിൽ തന്നെ നഴ്സിംഗ് ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ശാഖ തന്നെയുണ്ട്. അത് US-ലും UK-ലും ഒക്കെ ആണെങ്കിൽ ഭയങ്കര പോപ്പുലർ ആണ്. സോ ഇഫ് യു സീ ലൈക്ക് ഇൻഫർമാറ്റിക്സ് ലീഡേഴ്സ്, ലോട്ട് ഓഫ് ദം കം ഫ്രം ദ നഴ്സിംഗ്, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മിക്ക MPH കോഴ്സസിലും നഴ്സസ് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഈവൻ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെ ഇഫ് യു വാണ്ട് ടു ഡു ലൈക്ക് PhD ലെവൽ കോഴ്സസ് യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ. MPH-ന് these are some of the universities in Kerala that offers this course. ആൻഡ് ഇന്ത്യയിൽ ഒരുപാടുണ്ട് ആക്ച്വലി. എനിക്ക് തോന്നുന്നു 100-നടുത്ത് യൂണിവേഴ്സിറ്റീസ് MPH മാത്രം ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഐ ഹവ് ജസ്റ്റ് സെലക്ടഡ് എ കപ്പിൾ whom I know in person, I've either interacted with or I know people who have studied there. അപ്പം അത് മാത്രമാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. But there are many out there which you can easily find. അത് ഈ പറഞ്ഞതുപോലെ എപ്പിഡമിയോളജി മാത്രമല്ല, ബാക്കിയുള്ള ശാഖകളിലും യു ക്യാൻ സ്പെഷ്യലൈസ്. Yeah, thank you. And there are many questions regarding the bachelor's degree in public health. Is it a good idea to go for a bachelor's degree on public health after +2? So that is a good question. Personally, I would recommend that only if you're 100% sure that you want to get into public health. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്ര കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, എത്ര കൂടുതൽ സബ്ജക്ട് ഡൊമെയിൻസ് അക്വയർ ചെയ്യാൻ പറ്റുമോ അത് എത്രയും നേരത്തെ അക്വയർ ചെയ്യുക എന്നുള്ളത് ശ്രമിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം 100% ആയിട്ടും പബ്ലിക് ഹെൽത്തിൽ പോകണം എന്ന് ഷുവർ അല്ലാത്ത ഒരാള് ബാച്ചിലേഴ്സിലോട്ട് പോകണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അൺലെസ് യു ഡു ഒരു അപ്ലൈഡ് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളൊന്ന് കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഡേറ്റ സയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റേഞ്ച് ആയിട്ടുള്ള ഒരു സമയമാണ്. എല്ലാവരും ഡേറ്റ സയൻസിലോട്ട് തിരിയുന്നു. പക്ഷെ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 80% ഓഫ് ദ ടൈം ഇറ്റ്സ് വെരി ഹാർഡ് ആൻഡ് ചാലഞ്ചിങ് വർക്ക്. നമ്മൾ ഡേറ്റ ഇരുന്ന് ക്ലീൻ ചെയ്യുക, ഒരു 80% ഓഫ് ദ ടൈം യു ആർ ക്ലീനിങ് ദ ഡേറ്റ. അത് ഇറ്റ്സെൽഫ് അത് തന്നെ ഒരു ഭയങ്കര പ്രയാസപ്പെട്ട പണിയാണ്. അപ്പൊ നമ്മൾ അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ so if you're not 100% sure, I would not recommend that you would specialize that early doing a bachelor's course. Thanks. And അപ്പോൾ ജിന ടെക്നിക്കൽ സൈഡിനെ കുറിച്ചും കൂടി പറഞ്ഞു, ഇൻഫർമാറ്റിക്സ് ആയാലും മറ്റു മേഖലകളായാലും. സോ ഇനി വരാൻ പോകുന്നതൊരു ഐ തിങ്ക് ഒരു ടെക്നോളജിയിൽ ഒരു ബൂം ആയിരിക്കും, അല്ലെങ്കിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ഫീൽഡിലും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇത്തരം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ what do you think ഇത്തരത്തിലൊരു ടെക്നോളജിയുടെ ഇത് വരുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഫീൽഡിലേക്ക് പുതുതായി വരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ആളുകൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? That's a great question. That's actually my last slide. So in the tips and resources എന്ന് പറഞ്ഞാൽ ഇതാണ്.
നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്സസിബിൾ ആണ് ഇപ്പോൾ. ടെക്നിക്കൽ ട്രെയിനിങ് ആണെങ്കിലും സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് ആണെങ്കിലും സർട്ടിഫിക്കേഷൻസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ആക്സസിബിൾ ആണ്. അപ്പം ഈ 4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ് നീരജ. ഈ കാര്യങ്ങള് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് ആസ് മച്ച് ആസ് പോസിബിൾ നെറ്റ്വർക്ക് ചെയ്യുക. നമ്മുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരെ കണ്ടുപിടിക്കുക. Most of the time people are nice. If you reach out to them and ask questions, they usually respond. അപ്പം ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. And get some voluntary experience അല്ലെ പെയ്ഡ് എക്സ്പീരിയൻസ് ഇൻ യുവർ പോർട്ട്ഫോളിയോ. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഡേറ്റ സയൻസ് ആണെങ്കിലും ടെക്നോളജി റിലേറ്റഡ് ആണെങ്കിലും അതിൽ കുറച്ചൊരു അപ്ലൈഡ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു മെന്ററിനെ ഫൈൻഡ് ചെയ്യുക. അതിപ്പം എനിക്കൊന്ന് മിക്കവാറും ഇത് വന്നിട്ടുള്ള എല്ലാവരും തന്നെ അത് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം അതാണ് ഐ വുഡ് റെക്കമെൻഡ്. Thank you, Jina. There is another question about, it's about, is there any recognition problem for Indian public health degree in the US? So that's a good question. I mean, it would be the same for any degree from India, right? Like you do it from accredited universities. That's the main thing. The name recognition എന്ന് പറഞ്ഞാൽ basically that's what people look for. അതായത് usually how it works is നമ്മൾ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്ത് അല്ലെ US ഒരു UK അപ്ലൈ ചെയ്യുക, അല്ല വേറെ ഏതെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ദേ വിൽ ആസ്ക് യു ടു ഡു ഇസ് ടു ആൻ ദ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ. അതായത് നമ്മൾ ഇന്ത്യയിൽ ചെയ്ത കോഴ്സസ് ഏത് രാജ്യത്തോടാണോ പോകുന്നത് അവിടുത്തെ ഡിഗ്രി ഇക്വലന്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ കാര്യം. അപ്പൊ നമ്മൾ ഈ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിഗ്രിക്ക് ഇക്വലന്റ് ആകുന്ന സ്ഥലങ്ങളിൽ നിന്ന് വേണം നമ്മൾ കോഴ്സസ് ചെയ്യാൻ. അപ്പൊ മിക്കവാറും സമയത്ത് നമ്മൾ ഈ പബ്ലിക് ഹെൽത്ത് അക്രഡിറ്റ് CPH എന്ന് പറഞ്ഞിട്ട് US-ലൊരു ഏജൻസി ഉണ്ട്, ഇന്ത്യയിലും അതുപോലെ അക്രഡിറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് അക്രഡിറ്റേഷൻ നൽകുന്ന ബോഡീസ് ഉണ്ട്. അപ്പൊ ആ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസ് നിന്ന് ചെയ്യുക എന്നുള്ളതാണ് അതിലെ കാര്യം. Okay. Thank you. There is a question. As someone with a background in economics as well, what would you say is the breadth of health economics in public health? Oh my God. So health economics is a very, very hot field right now. Karanam, first of all, it's in highly demand. Our background ഉള്ള ആൾക്കാരെ പബ്ലിക് ഹെൽത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ റെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്ക് ഇറ്റ് വുഡ് ബി ലൈക്ക് ദേ ആർ ഇൻ ഹ്യൂജ് ഡിമാൻഡ്. അതിൽ തന്നെ പല ശാഖകളുണ്ടെങ്കിൽ പ്യുവർ ക്ലാസിക്കൽ എക്കണോമിക്സ് ആയിട്ട് നമ്മുടെ ഒരു ഇന്റർവെൻഷന്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസ് ചെയ്യുക, അത് വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള എക്കണോമിക്സ് ഒരു ട്രെൻഡിൽ പോകും. പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കോവിഡ് വന്നതിന് ശേഷം ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇനി വരുന്ന ഇൻഫെക്ഷൻസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇൻഫെക്ഷ്യസ് ഡിസീസ് മോഡലിംഗ്, അതിൽ തന്നെ എന്തുമാത്രം കോസ്റ്റ് നമുക്കുണ്ടാവും, എന്തൊക്കെ തരം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ സെറ്റപ്പ് ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ കമ്പ്യൂട്ടേഷണൽ എപ്പിഡമിയോളജിസ്റ്റിന്റെ കൂടെ കൂടുതൽ ആൾക്കാരും ഹയർ ചെയ്യുന്നത് ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ്. So economics is a very, very hot field right now in public health, and especially one of the fellowships which I listed out, and I can share this slide deck as well if you want, Neeraja, and we can put it up. അതില് പ്രിവെൻഷൻ എഫക്റ്റീവ്നെസ് ഫെലോഷിപ്പില് കൂടുതലും വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻ ഇക്കണോമിക്സ്, ഡിസിഷൻ സയൻസസ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഫെലോഷിപ്പിൽ കൂടുതൽ വരുന്നത്. അവരാണ് അറ്റ്ലീസ്റ്റ് CDCയിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് മോഡലിംഗും ഫോർകാസ്റ്റിംഗ് ആ മേഖലയിൽ വർക്ക് ചെയ്യണം. There is another question about paramedical courses, about nutrition and dietetics course, their scope in USA. I assume that the question is about scopes in public health domain. I'm not sure about it, but they mentioned about scopes in USA. I'm not sure about it. So
സ്കോപ്പ് ഇൻ USA എന്നുള്ളത് ഇപ്പം ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് ഏത് ഡിസിപ്ലിനറി ഏരിയക്ക് സ്കോപ്പ് ഉണ്ടാക്കാം എന്നൊരു പക്ഷത്തിലുള്ള ആളാണ് ഞാൻ. സ്പെസിഫിക്കലി പബ്ലിക് ഹെൽത്തിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് സ്കോപ്പ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യ രീതികള്, നമ്മുടെ ഡിപ്രഷൻ, ഡയറ്റ് എങ്ങനെ ക്രമീകരിക്കുന്നു എന്നുള്ളത്. അപ്പം US സ്പെസിഫിക്കലി ഒബീസിറ്റി പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ആണ്. അപ്പം തീർച്ചയായും അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, ആ റിസർച്ചിന് ഒരുപാട് ഫണ്ടിങ് കിട്ടുന്ന ഒരു മേഖലയാണത്. Okay. So there is another question. Is there anything specifically advantageous or otherwise for women to be in this domain? മനസ്സിലായല്ലോ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ നീരജ്. Is there any specific advantages or otherwise like any specific weightage for women to be in this domain? Women. Okay, women. Gotcha. അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ എനിക്ക് അതിന് കൃത്യമായിട്ട് ഉത്തരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഫിലോസഫിക്കലി പറയുമ്പോൾ I think women needs to be represented in any domain, period. പബ്ലിക് ഹെൽത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഒക്കെ സമൂഹത്തിലും നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിലും ഇത്രയധികം ആഴത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസിപ്ലിനറി ഏരിയ ആണ്. അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും സ്ത്രീകളുടെ റിസർച്ചും സ്ത്രീകളുടെ ഒരു സയന്റിഫിക് കളക്ഷനും നമ്മുടെ ഈ ഒരു ഏരിയയിൽ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും റിസർച്ച് നടത്തുമ്പോൾ അത് when you're designing it, it usually tend to be very biased towards men. പലപ്പോഴും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലുള്ള റിസർച്ച് നടക്കുന്നില്ല. അപ്പം കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ മൈനോറിറ്റി ഗ്രൂപ്പ്സ് അത്തരത്തിലുള്ള റിസർച്ച് നടത്തുമ്പോൾ പബ്ലിക് ഹെൽത്തിന് പൊതുവെ ബെനിഫിറ്റ് ആണ്, സമൂഹത്തിനും ബെനിഫിറ്റ് ഉണ്ടാവും. താങ്ക് യു ജിന. നമ്മൾ ഓൾറെഡി ഇവിടെ ഇപ്പം 7:56 ആയി. നമുക്ക് പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഓൺലി ഇഫ് യു ആർ ഓക്കെ ടു കണ്ടിന്യൂ വി ക്യാൻ. I am okay, don't worry about it. Yeah. Okay, so നമുക്ക് ഒരു I think 2-3 questions എടുക്കാം തോന്നുന്നു. There is a question from Naina. Could you please give a bit more information about how you applied for fully funded PhD in University of Texas? Did you apply with the MSW degree and field experience? And how long you had to prepare for it just after your MSW? You have done some masters in social work, right? MA in social work. MA in social work. Yeah. I mean, it is the equivalent of MSW. അപ്പം that's a great question. അപ്പോൾ പൊതുവെ പുറത്ത് ഏത് യൂണിവേഴ്സിറ്റീസിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പം ഞാൻ ആ MSW ക്വാളിഫിക്കേഷൻ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏകദേശം ഒരു 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഓൾസോ ഹെൽപ്പ്. അപ്പം അതിൽ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എവറിബഡി ഹാസ് ടു ഡു സർട്ടൻ തിങ്സ്. അതായത് നമുക്ക് GRA എഴുതണം, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, അതായത് SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയും, അത് എഴുതണം. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ക്രിപ്റ്റ്സ്, നേരത്തെ പറഞ്ഞ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ, ഇതൊക്കെ ചെയ്യണം. ഓരോ യൂണിവേഴ്സിറ്റീസിനും അതിൻ്റെതായ ആപ്ലിക്കേഷൻ സൈക്കിൾ ഉണ്ട്. അപ്പൊ നമ്മൾ ആ അഡ്മിഷൻ ഡേറ്റ്സ് വേണം. അതൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റീസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്കൽ പ്രോസസ്സാണ്. അതിപ്പോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെബ്സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ ഞാൻ അതിനകത്തോട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോണില്ല. ആരും അങ്ങനെ അധികം പറയാത്ത 1-2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, PhD ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഗൈഡ് ആരാണ്, സൂപ്പർവൈസർ ആരാണ്, ഡിസർട്ടേഷൻ അഡ്വൈസർ ആരാണ് എന്നുള്ളത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് യുവർ കരിയർ. അപ്പോൾ നമ്മൾ PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഏത് യൂണിവേഴ്സിറ്റികളിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ അഡ്വൈസർ ആകാൻ ഉദ്ദേശിക്കുന്ന പ്രൊഫസറുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ എന്റെ അഡ്വൈസറിനെ ഞാൻ PhDക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്കൈപ്പിലൂടെയും ഇമെയിൽ വഴിയൊക്കെ ബന്ധപ്പെട്ട് എനിക്കിതാണ് ചെയ്യാൻ താല്പര്യം,
ക്യാൻ യു ടോക്ക് ടു മീ? അങ്ങനെ നമ്മളൊരു 3-4 തവണ സംസാരിച്ച് അവർക്ക് എന്നെയും എനിക്ക് അവരെയും കുറിച്ച് കൂടുതൽ മനസ്സിലായതിനു ശേഷമാണ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫോർമലി നമുക്ക് ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും ഫണ്ടിങ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? കാരണം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ദേ ആർ പ്രിറ്റി ഫ്രാങ്ക്, അവർ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയും യൂഷ്വലി എന്താണ് അവൈലബിൾ എന്നുള്ളത്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റീസിൽ തന്നെ ഇങ്ങനെ സ്കോളർഷിപ്പ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാവും. അതിലുപരി as the people who are already doing PhD അല്ലെങ്കിൽ masters ആ particular universities, there are usually networks of international students you can reach out to, especially for Facebook groups and LinkedIn groups കാണും. അപ്പൊ അങ്ങനെ അവിടെ ഓൾറെഡി ചെയ്യുന്ന കുട്ടികളെ ഒന്ന് റീച്ച് ഔട്ട് ചെയ്തിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് ചോദിക്കുക. അപ്പൊ എന്റെ കാര്യത്തിൽ സംഭവിച്ചത്, you could so I went to a public university, so that makes a huge difference. Our fee structure വളരെ വ്യത്യാസമുണ്ട്. If you are working as a graduate student and also if you have a scholarship, അതിന്റെ ട്യൂഷൻ റേറ്റ് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിൽ ഇൻ സ്റ്റേറ്റ് ട്യൂഷൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ്, അതായത് സാധാരണഗതിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പേ ചെയ്യുന്ന ട്യൂഷനെക്കാളും വളരെ സിഗ്നിഫിക്കൻ്റ്ലി കുറവാണ്. ആ ഇൻ സ്റ്റേറ്റിലോട്ട് ഓട്ടോമാറ്റിക്കലി ആവും. പിന്നെ നമ്മൾ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആയിട്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു സ്റ്റൈപ്പൻഡ് തരും. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചു. അത് നേരത്തെ തന്നെ PhD ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ അഡ്വൈസറുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത് കാരണം ഓരോ ഫെലോഷിപ്പ് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും അവർ നമുക്ക് അയച്ചു തരും. അപ്പൊ നമുക്ക് ഒരു ഹെഡ്സപ്പ് കിട്ടും, ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പം PhDക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൽ അപ്ലൈ ചെയ്തു. പിന്നെ ഉള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൽ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ PhDക്ക് കയറിയതിനു ശേഷവും ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഞാൻ ആ ബയോമെഡിക്കൽ ഇൻഫർമാറ്റിക്സ് സ്കൂളിൽ കോഴ്സസ് എടുക്കുകയും അവിടുത്തെ പ്രൊഫസർമാരുമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തതുകൊണ്ട് വേറെ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും അങ്ങനെ പല ഫെലോഷിപ്സിലോട്ടും നോളജും ആപ്ലിക്കേഷനും ഉള്ളതുകൊണ്ട് അത് ഫുള്ളി ഫണ്ടഡ് ആക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ, എന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള, എന്റെ PhD ചെയ്ത ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾ പോലും സ്റ്റുഡന്റ് ലോൺ എടുത്തിട്ടാണ് ചെയ്തത്. But because of those opportunities, I was able to get it fully funded. Now again, that is not the norm. Especially if universities are getting very stringent on their funding, so don't depend on fully funded scholarships for PhD anymore. It's not unattainable, but it's getting increasingly difficult. Madana or karyam soochippikkanulladu, but build those networks and relationships early on. I hope that answers the question. Yeah. There is a question. I would like to know about how much importance has been given to mental health by public health experts and the availability of research funding in mental health. That's a great question. To be honest, it's not enough as much as I would like, but it is not, and again, it depends on എവിടെയാണ് എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. So there are universities that specialize in looking at mental health. അല്ലെങ്കിൽ there are research studies that focus specifically on that. അത് പബ്ലിക് ഹെൽത്തിൽ മാത്രമല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ആയത് കാരണം ചിലപ്പോൾ ഇക്കണോമിക്സിൽ PhD ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ മെന്റൽ ഹെൽത്ത് ആസ്പെക്ട്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടാവും, സൈക്കോളജിയിൽ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നുണ്ടാവാം, ഈവൻ എഞ്ചിനീയറിംഗ് സ്കൂളിൽ ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് എഫേർട്ട്, റൈറ്റ്? ബട്ട് അഗൈൻ ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ആസ് മച്ച് ആസ് ഇറ്റ് ഷുഡ് ബി. കാരണം നമ്മൾ ഓഫ്റ്റൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെക്ഷ്യസ് ഡിസീസസിലാണ് കൂടുതൽ ആൾക്കാർ എസ്പെഷ്യലി US ഫോക്കസ് ചെയ്യുന്നത്, കാരണം ഇറ്റ് ഹാസ് എൻ ഇമ്മീഡിയറ്റ് എഫക്ട്. വേഴ്സസ് ക്രോണിക് ഡിസീസസ് ഒരു ലോങ് ടേം ക്രോണിക് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അണ്ടർ ഫണ്ടഡ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഒരു പോളിസി പൊളിറ്റിക്സ് ഒക്കെ ഇതിന്റെ ഒരു അണ്ടർ ലൈങ് ഇതായിട്ട് വരും. അപ്പം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മുടെ അക്കാഡമിക് ഏരിയയിലാണെങ്കിലും കൺസൾട്ടിങ്ങിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും. അപ്പൊ എനിക്ക് തോന്നുന്നു സാമൂഹികമായിട്ട് നമ്മൾ കുറച്ചുകൂടി മെന്റൽ ഹെൽത്തിനും ഇമോഷണൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ അക്കാഡമിക് സെക്ടറിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. So there are two questions related to master in public health. Somebody's doing MPH from Jimmer after BDS. So she asks about, can you tell me the openings available for me after the completion of course? Then there is another question. It's about the fellowships at CDC listed earlier. Is it only open for postdoc scholars only? I would like to know more about finding job opportunities at CDC after MPH. Okay, so the first question was about the BDS കഴിഞ്ഞിട്ട് public health എന്താണ് സാധ്യതകൾ എന്നുള്ളത്. No. She completed her BDS and now doing MPH. MPH, okay. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചോന്ന് എനിക്കറിയില്ല. നമ്മൾ നേരത്തെ പബ്ലിക് ഹെൽത്തിന് പല ശാഖകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ there is specifically ഓറൽ അല്ലെങ്കിൽ ഡെന്റൽ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സ്പെസിഫിക് സബ് ഡൊമൈൻ ഉണ്ട്. അപ്പൊ ഇഫ് യു ആർ interested in continuing with both the public health and the BDS background, that's definitely a pathway you can choose. അതിൽ തന്നെ US ലാണെങ്കിൽ there are universities that offers dental public health residency. പക്ഷേ ഇന്ത്യയിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നതെങ്കിൽ ഓറൽ പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ് ആയിട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് യൂണിസെഫിനൊക്കെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അതിപ്പോ അതിൽ തന്നെ so you can pursue അല്ലെങ്കിൽ look up projects that deal with oral public health ഇന്റർവെൻഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, ജനറിക്കലി പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഒരു അപ്ലൈഡ് ഏരിയയിൽ പോവാനാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിബഡി വിത്ത് ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓൾവേസ് ഹാവ് എ ലെഗ് അപ്പ്, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ ഇപ്പം ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് നഴ്സസ്, ഡെന്റിസ്റ്റ്, വെറ്റിനേറിയൻസ്, MD കഴിഞ്ഞ് ഡോക്ടേഴ്സ്, ഫിസിക്കൽ തെറപ്പിസ്റ്റ്, അങ്ങനെ ഒരുപാട് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി നോളജ് ആവശ്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. എസ്പെഷ്യലി ഇൻഷുറൻസ് അല്ലെങ്കിൽ കൺസൾട്ടിങ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഒരു എസ്പെഷ്യലി ഇന്ത്യയിൽ ഒരു എമർജിങ് ട്രെൻഡ് ആയിട്ട് വരികയാണ്. അപ്പം അതിലൊക്കെ ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള സാധ്യതകൾ നോക്കാവുന്നതാണ്. രണ്ടാമത്തത് ചോദിച്ചത് CDCയിൽ മാസ്റ്റേഴ്സ് ലെവൽ ഫെലോഷിപ്സ് ഉണ്ടോ എന്നുള്ളതല്ലേ ചോദിച്ചത് നീരജ? അതെ. Is it only about available for postdoc or? അല്ല, CDCയിൽ എല്ലാ ലെവലിലുള്ള ഫെലോഷിപ്സ് ഉണ്ട്. അതായത് നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് പോസ്റ്റ്ഡോക്ക് കഴിഞ്ഞ് എഡ്യൂക്കേഷണൽ ജേർണിയിലുള്ളവർക്ക് വരെ ഉണ്ട്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓപ്പൺ ആയിട്ടുള്ള ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെ ലിമിറ്റഡ് ആണ്, ടു ബി ഓണസ്റ്റ്. പക്ഷെ അതിൽ തന്നെ മാസ്റ്റേഴ്സ് ലെവലിൽ ഉള്ള ഫെലോഷിപ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്ത പബ്ലിക് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് ഫെലോഷിപ്പ് മാസ്റ്റേഴ്സ് ലെവലിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആക്ച്വലി വി ഹാഡ് എ ലോട്ട് ഓഫ് ഡോക്ടേഴ്സ് ഹു ഹാഡ് കംപ്ലീറ്റഡ് MBBS. അവിടുത്തെ WHO കൺട്രി ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് കുറെ പേര് അപ്ലൈ ചെയ്ത് ഫെലോഷിപ്പ് പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ മാസ്റ്റേഴ്സ് ലെവലിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദ ഓൺലി തിങ് ഇസ് 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ മാസ്റ്റേഴ്സ് ലെവലിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ. ബട്ട് ഇഫ് യുവർ എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്, then you're pretty competitive. Karnam, we always look for people who have a variety of experience, and global health എന്ന് പറയുന്നത് ഒരു വളരെ important piece ആണ്, at least CDCയിൽ. And in general, if you look at any international agency, WHO ആണെങ്കിലും UNICEF ആണെങ്കിലും, there are a lot of global health watch projects. അങ്ങനെ ഒരുപാട് ആ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ആവശ്യമുള്ള പ്രോജക്ട്സ് ഉണ്ട്. സോ ഐ വുഡ് സേ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ഒരു ഫെലോഷിപ്പ് ആ രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗെയിൻ എക്സ്പീരിയൻസ് ആൻഡ് ദെൻ അപ്ലൈ ഫോർ ഇറ്റ്. ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ. യാ, സോ നമുക്ക് ഒരു ചോദ്യം കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. There is an interesting question. CDC has been in the media and public focus recently for past 24 months.
how has it impacted the organization and staff? Is there more funding? Is the great resignation affecting CDC? That is a great question. And again, whatever I'm going to say in a personal opinion, it's not the official position of CDC. It is definitely tough, right? പക്ഷേ ഈ പ്രൊഫഷനിൽ വരുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് മുരളിച്ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച്. But this is very true in case of public health. Public health is invisible when it's working well. So people who come into this field are not coming in because they're looking for money, they're looking for fame. We know it is a thankless job. So you are prepared for it when you're coming in. പക്ഷേ അത്തരത്തിലുള്ള ഒരു സ്ക്രൂട്ടിനി ഉണ്ടാവുമ്പോൾ തീർച്ചയായും അത് മൊറാലിനെ എഫക്റ്റ് ചെയ്യും. But ultimately, it always boils down to, are you doing good science? Is science leading the decisions? Are you making data-based, recommendations? So at least in the experience, I've worked with like broad spectrum of people at CDC, and not just CDC. Our role, I have been fortunate to work with people who work in public health all across the world, including WHO, country offices, public health non-profits. അപ്പം ഏത് ഒരു സെക്ടറിൽ നോക്കുവാണെങ്കിലും we all want to do good work that makes a change, good change in people's lives. So ultimately it boils down to that. So no matter what happens, all of that is noise. We have to learn to kind of, ignore the noise and keep the good work going on. So with that, I also want to show one slide which I don't want to miss. So usually നമ്മുടെ പാഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ലൈക്ക് കരിയർ പാത്ത് സെലക്ട് ചെയ്യണം എന്ന് പറയും, which I 50% agree to, but that is not the only thing. What I would encourage you, not just people in public health, but pursuing any profession, any discipline, I would recommend you finding your purpose. So what that means is a confluence of 4 different things: your passion, a mission, whether the world needs it or not. I'm pretty sure any discipline, the world needs it. A vocation, profession. ഈ 4 സാധനങ്ങൾ കൂടെ ചേർന്ന് വരുന്നതാണ് നിങ്ങളുടെ purpose. So not just passion is enough. Like you need to be paid for it. So you need to make a living. For each person, it's different, right? Like എനിക്ക് എൻ്റെ ഒരു quality of living ന് എന്താണോ ആവശ്യം അതായിരിക്കില്ല വേറൊരാൾക്ക് ആവശ്യം. So understand that public health, while it's cool, while it's critical, it is challenging. It may not always be the best paid job. You're doing it for a reason. And it opens up a lot of possibilities, especially in the next 5 years. I'm very excited for where public health is going to go. So be prepared for ipolla public health courses. Luberi, the Johns Hopkins the new and newer courses coming in, newer technologies coming in, and that is going to change the entire landscape. So be prepared for it. So that's sort of my philosophical soapbox. I think I answered more than what was asked. Thank you, Jina, for being with us, and ഒരു wonderful speech തന്നു, പ്രൊഫഷനെ കുറിച്ചും സം അപ്പ് ചെയ്ത് പറഞ്ഞു. So thank you so much. Then everyone, എല്ലാവരും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള കുറച്ച് പേര് ഫേസ്ബുക്ക് ലൈവിൽ ഉണ്ടായിരുന്നു, ഇവിടെ സൂമിൽ കുറച്ച് പാർട്ടിസിപ്പൻസ് ഉണ്ട്. Thank you so much for joining. Thanks for giving me the opportunity. Yeah. Okay, so I think we can wind up the session. Definitely. And I also wanted to say one more thing. If anybody is interested in pursuing public health as a career, feel free to reach out. I'm always happy to talk about public health. I'm very passionate about it. I want more people to come into public health. So don't hesitate to reach out if you have questions in Facebook or in LinkedIn, or I don't know, however you want to reach out to me. I'm happy to talk to you. Would you please share your LinkedIn profile? Or it is just Jina Dcruz. ഞാൻ വേണമെങ്കിൽ ചാറ്റിൽ ഇടാം. Or yeah, one second.
Okay. Yeah. Okay. I think I've pasted it in the chat, hopefully. Yeah, just so that. So yes, so thank you everyone, and thank you, Jina. Murali, do you have any concluding remarks? Thank you, Nirja. Jina, thank you. I don't have any concluding remarks. As you know, you are part of history, or you are part of history because which is being made. So you can be very proud of the times that we have passed through and which we are not fully out yet. But I think 10 years down the line, we'll all look back at this period as an unprecedented experience in all our life, but especially in the life of public health professionals, doctors, nurses, and all that. So there'll be a lot to be proud of in the coming days. So keep up the good work. Thank you. Thank you. Thanks again for the opportunity. So we can wind up, I think. Okay. Bye-bye.